അമ്പലത്തിന് എന്റെ സൗകര്യം അമ്പലത്തിൽ പോകുന്നത് കണ്ടവരെയൊന്നും കഴിക്കുന്ന കാര്യമില്ല. പിന്നെന്താ പറയുന്നത്? എന്നാലും ഞാൻ പോകും അമ്പലത്തിൽ പോയെന്താ അങ്ങനെ ആരും എന്നെ കൺട്രോൾ ചെയ്യണ്ടാവും. സുബ്രഹ്മണ്യന്റെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ നടക്കണ്ട. സുബ്രഹ്മണ്യന്റെ ഒന്ന് കൺട്രോൾ ചെയ്യും. സുബ്രഹ്മണ്യന്റെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ വേണ്ട. സുബ്രഹ്മണ്യൻ അവന്റെ കീഴിൽ അവൻ വന്നണം തെണ്ടിക്കേറി വന്നണം നോക്കിയാൽ മതി. അവൻ തെണ്ടിക്കേറി വന്നണം. ഇങ്ങോട്ട് അവൻ മരിക്കേണ്ട. തെണ്ടിക്കേറി വന്നിടത്ത് നിന്നാൽ മതി. ഇങ്ങോട്ട് വരിക്കാനൊന്നും വരണ്ട. അവൻ തെണ്ടിക്കേറിയതുകൊണ്ട് അവിടെ നിന്നാൽ മതി. അവൻ ഇങ്ങോട്ട് കയറി വരിക്കാൻ വരണ്ട. കുറെ അവന്മാരുണ്ട് ഇവിടെ നാട്ടില് പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ നടക്കുന്നത്. തുണിയെല്ലാം മാറ്റി കാണിക്കുക, തുണി മാറ്റി കാണിക്കുക, ഫ്രണ്ട് വശം പല ഫ്രണ്ട് വശം മാറ്റി മാറ്റി കാണിക്കുക, തുണി മാറ്റി പാത്ത് നിന്ന് തുണി മാറ്റി കാണിക്കുക അവരുടെ ജോലി. അനിയക്കാപ്പോഴും നടക്കുക. അവർ പാത്ത് നിന്ന് തുണി പൊക്കി കാണിക്കുന്നത്. തുണി എങ്ങാണ്ട് മണ്ണ് വാരി എറിയണം. അവന്റെ മണ്ണ് വാരി എറിയണം. അവന്റെ അങ്ങോട്ട് പാത്ത് നിന്ന് തുണി പൊക്കി കാണിക്കുന്നത്. മണ്ണ് വാരി എറിയണം. കല്ല് വരച്ച് എറിയണം. അവന്റെ സമാനത്തിലോട്ട് കല്ല് വരച്ച് എറിയണം. ആ പല ഭ്രാന്തന് രോഗം തുണി മാറ്റി കാണിക്കുക. ആ ഭ്രാന്തൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആ ഭ്രാന്തൻ, ആ കണിയാ ഭ്രാന്തൻ. അവന്റെ മോനെ ഒരു പള്ളിപ്പാട്ടുകാരിയെ കെട്ടിയിരുന്ന ഒരു മിനി എന്ന് പറയുന്ന പള്ളിപ്പാട്ടുകാരി. അവളെന്ത് ചെയ്യേ? എന്തിനാ നിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് വലിയ ലക്ഷങ്ങളൊന്നും ആയിട്ടില്ല. എന്തിനാ നിന്റെ മോന്റെ വെല്ലുമില്ല? നിന്റെ രണ്ട് മോന്റെ മക്കളും ചെയ്യടാ. ഏടാ നിന്റെ മോന്റെ രണ്ട് മക്കളും ചെയ്യാ. നിന്റെ മോന്റെ വെല്ലുമില്ല ചെയ്യടാ. അവനെ കൊണ്ട് കൊടുക്കണം. നിന്റെ മോന് അവരെ കൊണ്ട് കൊടുക്ക്. നീ അയലത്തെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാതെ. നീ എന്തുവാ അയലത്തെ പെണ്ണുങ്ങളെ പിടിക്കാൻ നടക്കുന്നത്? നീ ഏടാ നിന്റെ മോനെ കൊണ്ട് അയലത്തെ പെണ്ണുങ്ങളെ കൊണ്ട് പറയുണ്ടാക്കുന്നത് എന്തുവാടാ? നിന്റെ മോന്റെ പെണ്ണുപിള്ളേരും ചെയ്യണം. പള്ളിപ്പാട്ടുകാരി മിനി അവളെ കൊണ്ട് കൊടുക്കണം. അവന്റെ മക്കളും ചെയ്യണം. നിന്റെ മോന്റെ രണ്ട് മക്കളും ചെയ്യണം. ഞാൻ ചോദിക്കാം, നിന്റെ മോന്റെ രണ്ട് മക്കളും ചെയ്യണം. പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നോ നീ? അയലത്തുകാരി പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ നിനക്ക് ആരാണ് ശമ്പളം തരുന്നത്? അയലത്തുകാരി പെണ്ണുങ്ങളെ ചീത്ത വയ്ക്കാൻ തുണി പൊക്കിക്കാണിക്കാൻ നിനക്ക് ആരാണ് കാശ് തരുന്നത്? നീ ആരാണ് കുഞ്ഞിന് ഇറങ്ങിയിരിക്കുന്നത്? നിനക്ക് ആരാണ് കാശ് തരുന്നത്? കൊട്ടേഷൻ കാശ്. നിനക്ക് ആരാണ് എന്നെ ചീത്ത വയ്ക്കാൻ കൊട്ടേഷൻ കാശ് തരുന്നത്? കൊട്ടേഷൻ കാശ് വരെ നടത്തുക ചീത്ത വിളിച്ച്. എനിക്ക് എന്റെ വടക്കേ വസ്തുവിനകത്ത് 17 പ്രധാനപ്പെട്ട അവന് ചീത്ത വിളിക്കുക. കാണുമ്പോൾ അവന് രോഗവന്. അവൻ തുണിപൊക്കി കാണിക്കുന്നത് കാത്തു നിന്നാലും തുണിപൊക്കി അവന്റെ ഇതെല്ലാം കാണിക്കുക. അവന്റെ പ്രൈവറ്റ് പാർട്സ് എല്ലാം കല്ല് വെച്ച് എറിയണം. വേറെ പെണ്ണിനെ വന്ന് എന്നെ കല്ല് വെച്ച് എറിയണേ അവന്റെ ഇതിലോട്ട്. അവന് ഹണി ട്രാപ്പ് ടെക്നിക്കായിട്ട് നടക്കുക. പറയുന്നതല്ല ഇല്ല. അവൻ ഹണി ട്രാപ്പിന്റെ കാര്യങ്ങളാണ് പറയുന്നതല്ല. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇതുവഴി. പ്ലാസ്റ്റിക്കോ റബ്ബറോ ഒക്കെ അവനിപ്പോ അതാ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക്കോ റബ്ബറോ ഒക്കെ പറഞ്ഞോണ്ട് പോകുന്നവൻ കുറെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. എല്ലാവർക്കും അവനവന്റെ വീട്ടിൽ താമസിക്കാൻ. കുറെ അവൾമാരവന്മാർ നടക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കർണാടക പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അവനവന്റെ വീട്ടിൽ താമസിക്കാനും അവനവന്റെ വസ്തുവക എന്തുവാ അനുഭവിക്കാനുള്ള അവകാശം എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഇവന്മാർ നമ്മളെ ഇതാക്കുന്നത്. അവന്മാർ നമ്മളെ ഉപദ്രവിക്കുന്ന കുറെ അവന്മാർ കൂടി നിന്നുകൊണ്ട് കുറെ സമാധാന മന്ത്രത്തിലെ കുറെ അവന്മാരും കുറെ അവന്മാർ അവിടെ ഇവിടെ ആണുങ്ങളെ കൊണ്ട് വെച്ചോണ്ട് നമ്മളെ കൊണ്ട് കഥയുണ്ടാക്കുക. ഒരു സുബ്രഹ്മണ്യൻ അവന്റെ ഫ്രണ്ട് തുറന്നു കാണിക്കുക. അവന്റെ ഫ്രണ്ടിലൊക്കെ തുണി മാറ്റി കാണിക്കുക. ഇന്നാടി എന്ന് പറയുക. വളരെ രോഗങ്ങളാണ്. എന്റെ തെളിവുകളുണ്ട്. നമ്മുടെ യൂട്യൂബ് എല്ലാം മറച്ച് പിടിക്കുക. ഹൈഡ് ചെയ്ത് വെക്കുക. നാട്ടുകാർ കാണാതിരിക്കുക. നീ വിളിക്കുന്ന ചീത്തകൾ ഇവ വിളിക്കുന്ന ചീത്തകളാണെക്കാളും ഇപ്പൊ പറയുന്നത് തെളി വിളിക്കുന്നത് കാണാതിരിക്കാൻ ഹൈഡ് ചെയ്ത് വെക്കുക. നമ്മുടെ യൂട്യൂബ് ചാനല് പലതും ഹൈഡ് ചെയ്ത് വെച്ചോണ്ട് നടക്കുക. നാട്ടുകാർ കാണാതിരിക്കാൻ ഇതിന്റെയൊക്കെ ചീത്തകളി. അതുപോലെ ചീത്തകളികളാണ് നടത്തുന്നത്. നമ്മുടെ വീട്ടിൽ എന്റെ അമ്മയുണ്ട്. വേറെ ആരും ഇല്ല. കണ്ട ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഥകളോ ഉണ്ടാക്കുക. ഇവന്മാര് കഥകൾ കണ്ട ആണുങ്ങൾ കേൾക്കുന്നു. എന്താ ഇത്? അതൊക്കെ ആരെന്നെ
കല്യാണ മോനെ കണ്ടവരെയൊന്നും ഒരാളെയും പിടിച്ച് കയറ്റി വെക്കേണ്ട കാര്യമില്ലൊന്നും. കല്യാണ മോൻ പോകുന്നത് പ്രധാനമന്ത്രിയുടെ കൈവട്ട വരുന്നത്. കല്യാണ മോനെ ഇവിടെ പിടിച്ച് വെക്കേണ്ട കാര്യമില്ല. കല്യാണ മോനെ വെല്ലുവിള എന്തിയടാ? ഞാൻ ചോദിക്കുക, എന്തിനാണ് നിന്റെ വെല്ലുവിള? പള്ളിപ്പാട്ടിലാണ് നീ. ഞാൻ 17 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തോ നിന്റെ മോന്റെ വെല്ലുവിള എന്തിയടാ? കല്യാണ പള്ളിപ്പാട്ടിലാണ് നീ എന്തിയടാ? നിന്റെ 2 മക്കളെന്തിയടാ? നിന്റെ മോന്റെ 2 മക്കളോടെ പോയടാ? നിന്റെ മോന്റെ മക്കളെന്തിയടാ? ഞാൻ ചോദിക്കാം, നിന്റെ മോന്റെ മക്കളെന്തിയടാ? നിന്റെ മോന്റെ വെല്ലുവിള പള്ളിപ്പാട്ടിലാണ് നീ എന്തിയടാ? ഇൻഷുറൻസിന് ആൾക്കാർ അവിടെ മുങ്ങിയോടാ. അതായിരുന്നോ ഡീല്? അവനെ വെച്ച് ഇൻഷുറൻസ് കാശിന്റെ അടുത്തേക്ക് മുങ്ങാവുന്നതായിരുന്നോ ഡീല്? കൊട്ടേഷൻ അവിടെ കൊട്ടേഷൻ ആണെന്ന് ഈ പഞ്ചായത്ത് ഡീലെ കൊട്ടേഷൻ. തലച്ചോട്ടടിക്കുക, മുഖത്തോട്ടടിക്കുക, വീർപ്പിക്കുക, സകല വേദനകളാ. മുഖമെല്ലാം ഇങ്ങനെ വീർപ്പിക്കാനായി ഇങ്ങനെ അടിച്ച് വീർപ്പിക്കുക, വാട്ടറിച്ച് പല പല വേദനകളോടിരിക്കുക. ടെക്നോളജി ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഗ്യാങ് സ്റ്റോക്കിങ്ങും സ്റ്റോക്കിങ്ങും എല്ലാം. കുറെ അമ്മാരെ ഗ്യാങ് സ്റ്റോക്കിങ് നടത്തുക കുറെ എണ്ണങ്ങൾ കൂടി. എന്തുവാണ് നിന്റെ വീട്ടിക്കാൻ വരുന്നോ? എന്തോ ഗ്യാങ് സ്റ്റോക്കിങ് നടത്തുന്നത്? കുറെ അമ്മാര് കൂടി വെച്ചോണ്ട് എന്തുവാണ് നോക്കിയിരിക്കുന്നത്? ക്യാമറ മറ്റേ ക്യാമറയൊക്കെ വെച്ചോണ്ട് ഞാൻ എന്തോ നിന്ന് കുടിക്കുന്നു എന്നൊക്കെ നോക്കി എന്തുവാണ് ഇരിക്കുന്നത്? ക്യാമറയൊക്കെ ആയിട്ട് ഏതൊന്നാണ് നോക്കിയിരിക്കുന്നത്? ഇതിനകത്തൊക്കെ നോക്കി മാറ്റിയിട്ടുണ്ട്. എന്താ പറ്റിയാടാ നീയൊക്കെ? നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലയോടാ? വേറെ പണിയൊന്നും ഇല്ലയോ? പണി വല്ലതും നോക്കടാ നീയൊക്കെ. അതിലൊക്കെ പറയുന്നുണ്ട് ഗ്യാങ് സ്റ്റോക്കിങ്ങിനകത്ത് ഹിഡൻ ക്യാമറയൊക്കെ വെച്ചോണ്ട് ഇവന്മാർ ഇരിപ്പാ ജോലിയെന്ന്. ഹിഡൻ ക്യാമറയൊക്കെ വെച്ചോണ്ട് അതിനാ ഹിഡൻ ക്യാമറ ഇവന്മാർ ഓഫ് ചെയ്യുന്നത്. ഇവന്മാർ നമ്മുടെ ക്യാമറ മാത്രമല്ല ഓഫ് ചെയ്യുന്നത്, ഇവന്മാർ ഹിഡൻ ക്യാമറ ഓഫ് ചെയ്യാനാ ഇങ്ങനെ കറണ്ട് കളഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പല പല എഡിറ്റിങ്ങിന് വേണ്ടി ഹിഡൻ ക്യാമറ ഉണ്ട് ഇവന്മാർക്ക്. ഹിഡൻ ക്യാമറ അത് ഓഫ് ചെയ്യുക, കറണ്ട് കളഞ്ഞ്. ഹിഡൻ ക്യാമറ ഹിഡൻ ക്യാമറയിൽ ഇരിക്കുക. ഹിഡൻ ക്യാമറയൊക്കെ അപ്പോൾ നോക്കി ഇങ്ങനെ ഇരിക്കുക. അതിനകത്ത് കുറെ അവന്മാര് എല്ലാം അറിയാം. നമ്മൾ തിന്നുന്നത് കുടിക്കുന്നത് എന്തുവാ തിന്നുന്നോ കുടിക്കുന്നോ ചവയ്ക്കുന്നോ പല്ലടിക്കുന്നോ വായടിക്കുന്നോ അതെല്ലാം അറിയാം ഇവന്മാർക്ക്. ഏത് മുറിയിൽ നടക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് മാറി, ഇതെല്ലാം ഇവന്മാർക്ക് അറിയാം. ആൾക്കാർ പറയും ഇതെല്ലാം അറിയാം. ഇങ്ങനെയുള്ളതാണ് ഇവന്മാര്. ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന്. ആൾക്കാരൊക്കെ എഴുതുന്നത് ഞാൻ എടുത്ത് വേറെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാ. ഫേസ്ബുക്കിലൊക്കെയാണ് ഇട്ടിട്ടുണ്ട് ആൾക്കാര് പറയുന്നതല്ല ഇതുപോലെ തന്നെ. ഇതെന്തുവാണ് ഞങ്ങളെ ക്രോസ് വാച്ച് ചെയ്യുന്നത്? ക്രോസ് വാച്ച് ചെയ്തിരിക്കുന്നത് എന്തുവാ? ലോകം എന്തുവാ? വേറെ പണിയൊന്നും ഇല്ല ഇതൊന്നും. എല്ലാരും പറയുന്നുണ്ട് ഫോൺ ഹാക്ക് മറ്റേത് ഹാക്ക് എല്ലാം ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുക. എങ്ങോട്ട് പോകുന്നതെല്ലാം അറിയാം. ഇതുമല്ല ഇംഗ്ലാണ്ട് ഒത്തിരി ഉണ്ട്. ഇംഗ്ലാണ്ടും ചുപ്പും എല്ലാം പറയുന്നുണ്ട് ആൾക്കാർ. ഞാൻ മാത്രമല്ല പറയുന്നത്, ഈ ലോകത്ത് ഒത്തിരി പേര് പറയുന്നുണ്ട്. ഈ ലോകത്ത് ഇത് അനുഭവിക്കുന്ന ഒത്തിരി പേര് പറയുന്നുണ്ട് നല്ലപോലെ. ഇംഗ്ലാണ്ടും ചുപ്പും ഒത്തിരി പേര് പറയുന്നുണ്ട്. ഫോൺ ഹാക്ക് സകല സംഗതി ഇതൊക്കെ അറിയാവുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ ടെക്നോളജി? എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ കുറെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ വേണ്ടത്? ഏതാ ക്രിമിനലുകൾ? സൈക്കോപാത്ത് ക്രിമിനലുകൾ നടക്കുക. സൈക്കോപാത്ത് ക്രിമിനലുകൾ പോയി മരുന്ന് കഴിക്കണം. നിന്റെയൊക്കെ രോഗം തീരും. പോയി നല്ലപോലെ എല്ലുമുറിയെ പണിയെടുത്ത് ജീവിക്കണം. എല്ലുമുറിയെ പണിയെടുത്ത് ജീവിക്കുക. ഞാൻ പഠിച്ചതനുസരിച്ച് ഞാൻ ജോലിയൊക്കെ ചെയ്തതാ. പഠിച്ചതനുസരിച്ച് ഞാൻ പലർക്കും ജോലി ചെയ്തു. നീക്കൊക്കെ പറയുന്നു എന്റെ ജോലി